ശരിക്കട്ടെ. യെസ്. ഞാന് ഞാന് എനിക്ക് ഞാൻ ഇതിനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തെ ഇത് ഭയങ്കര നമ്മുടെ എനിക്ക് കിട്ടിയേക്കുന്ന പോർഷൻസ് ഭയങ്കര ടച്ചിങ് ആണ്. ടച്ചിങ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പ്രയോജനപ്പെട്ട കാര്യമാണ് ഇതെല്ലാം. കുറെ പോയിന്റ്സ് ഉണ്ടേ. ഇതെല്ലാം എനിക്ക് ഭയങ്കര പ്രയോജനപ്പെട്ടു. എനിക്ക് ഭയങ്കര പ്രയോജനപ്പെട്ടു. അപ്പൊ എനിക്ക് ശരിക്കും പ്രയോജനപ്പെട്ടോണ്ട് എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, കർത്താവിനെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ ആൾക്കാർക്കും ഇതെല്ലാം ശരിക്കും പ്രയോജനപ്പെടും. ഈ പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും പ്രയോജനപ്പെടും. അപ്പൊ അതുകൊണ്ട് എന്റെ കൂടെ തന്നെ നിന്നോണം. എന്റെ കൂടെ മീറ്ററിൽ കൂടെ നിന്നോണം. ഒട്ടും സ്കിപ്പാവരുത്. ഞാൻ ഇതിനകത്ത് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാനിതിങ്ങനെ എനിക്ക് ഭയങ്കര ടച്ചിങ് പോർഷൻസ് ഒക്കെ ഞാൻ വായിച്ചിട്ട് ഞാൻ ഇതിനെ എന്റേതായ എക്സ്പ്ലെയിൻ ചെയ്യും. അങ്ങനെ എനിക്ക് പോകുന്നതേ. അപ്പൊ അങ്ങനെ പോകുന്നതുകൊണ്ട് നിങ്ങൾ അതിനകത്ത് വേറെ ഇടയ്ക്ക് അങ്ങോട്ട് മാറി വേറെ പരിപാടിക്ക് പോയാൽ ആ പോയിന്റ് കഴിഞ്ഞു പോകും. അപ്പൊ അതുകൊണ്ട് ഒരു 20 മിനിറ്റ് എന്റെ കൂടെ തന്നെ നിൽക്കണം. കാരണം ഞാനിത് പ്രിപ്പയർ ചെയ്തുകൊണ്ട് ഞാൻ ഒരുപാട് തവണ വായിച്ചു എന്നുള്ളതാണ്. ഒരുപാട് തവണ ഞാനിത് വായിച്ചു. അത് പിന്നെ വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി അതുപോലെ തന്നെ പറയുമ്പോൾ ഉണ്ടാകുന്ന ഗ്രേസ് ഉണ്ട്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും, നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും, അല്ലെങ്കിൽ നമ്മൾ ശുശ്രൂഷ ജീവിതത്തില് അല്ലെങ്കിൽ ഈശോയെ സ്നേഹിക്കുന്നവരുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ളൊരു ഉത്തരം എന്ന് പറഞ്ഞുകൊണ്ടല്ലോ, ഈ ഒരു ബോധ്യം ഉണ്ടെങ്കിൽ, അതായത് എന്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈശോയുടെ പ്രവർത്തനമാണ്, എന്റെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈശോയുടെ പ്രവർത്തനമാണെന്നൊരു ബോധ്യം, ഈശോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുവാണ്. ഇപ്പൊ ഒരു വലിയ വിഷയം സംഭവിച്ചു, എന്നിൽ ഈശോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുവാണ് എന്നൊരു ബോധ്യം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തളർന്നു പോകത്തില്ല. അപ്പം അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഫൗസ്റ്റീനമ്മയുടെ ലൈഫിൽ, ഈ ഒരു ഫൗസ്റ്റീനമ്മയുടെ ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളിലും ഈശോയുടെ പ്രവർത്തനം ഫൗസ്റ്റീനമ്മ തിരിച്ചറിഞ്ഞതും ഈശോ ഫൗസ്റ്റീനമ്മയെ ഇങ്ങനെ ആഴത്തിൽ ഉറപ്പിച്ച് ഇങ്ങനെ കൊണ്ടു നടക്കുന്നതുമാണ് ഞാനിങ്ങനെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഫൗസ്റ്റീനമ്മയുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഫൗസ്റ്റീനമ്മയുടെ ലൈഫിൽ ഫൗസ്റ്റീനമ്മയ്ക്ക് 18-ാം വയസ്സിൽ ദൈവവിളി ഉണ്ടാവുകയാണ്. ഉള്ളിൽ ഇങ്ങനെ ശക്തമായ ആഗ്രഹം ഉണ്ടാവുകയാണ്. ഫൗസ്റ്റീനമ്മ വീട്ടിൽ പറഞ്ഞപ്പോഴേക്ക് അവർ ശക്തിയുക്തം എതിർക്കുന്നു. വേണ്ട, ഇത് പോകണ്ടെന്ന് പറയുന്നു. ഭയങ്കര എതിർത്ത് കഴിഞ്ഞപ്പോഴേക്ക് നടക്കില്ലെന്ന് ഫൗസ്റ്റീനമ്മയ്ക്ക് ബോധ്യമായി. അന്നേരത്തേന് ഫൗസ്റ്റീനമ്മ ഒരു കാര്യം ചെയ്തു. ഫൗസ്റ്റീനമ്മ ഇവിടെ പറഞ്ഞ കാര്യം ഭയങ്കര ശക്തിയോടെ ഈ ലോകത്തിന്റെ സന്തോഷങ്ങളിലേക്ക് തിരിഞ്ഞു. ഭയങ്കര ശക്തിയോടെ ലോകത്തിന്റെ സന്തോഷങ്ങളിലേക്ക് തിരിയാൻ വേണ്ടി ശ്രമിച്ചു. എന്നിട്ട് ഒരു ദിവസം ഫൗസ്റ്റീനമ്മ ഒരു ഡാൻസ് പാർട്ടിക്കൊക്കെ പോവാണ്. ഡാൻസ് പാർട്ടിക്ക് പോയിട്ട് ഇങ്ങനെ ഒരു ഡാൻസിനൊക്കെ പോയിട്ട് ഇങ്ങനെ ഡാൻസ് കളിച്ചു. ആൾക്കാരുടെ കൂടെ കൂട്ടുകാരോട് പോവാ. കൂട്ടുകാരോട് ഇങ്ങനെ ആഗ്രഹിതാണ്. ഉള്ളിൽ വന്നേക്കുന്ന ദൈവവിളിയുടെ ആ ആഗ്രഹം പോലും കളയണം. അങ്ങനെ ഉള്ളിൽ ഭയങ്കര ആഗ്രഹമാണ് പോകാൻ വേണ്ടി. പക്ഷെ നടക്കുകയില്ലെന്നറിയാം. പക്ഷെ ഉള്ളിൽ ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ അതിങ്ങനെ വേണ്ടെന്ന് വെക്കാൻ വേണ്ടി ഇങ്ങനെ വിനോദത്തിലേക്ക് ഏർപ്പെടുവാണ്. മുഴു ശക്തിയോടെ വിനോദത്തിലേക്ക് പോവാണ്. ഇങ്ങനെ പോവാണ്. ഡാൻസ് പാർട്ടിക്ക് പോകുന്ന സമയത്ത്, ഡാൻസിന് ഇങ്ങനെ ആയിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഫൗസ്റ്റീനമ്മ കാണുവാണ് ഈ ഡാൻസ്, ആ റൂം മൊത്തം ഇങ്ങനെ എം ടി ആയി പോയി കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഫൗസ്റ്റീനമ്മ ഈ ഈശോയുടെ പീഡാസഹനത്തിന്റെ ഒരു ചിത്രം, അല്ലെങ്കിൽ ഈശോ ഇങ്ങനെ പീഡ സഹിക്കുന്നത് ഇങ്ങനെ നേരിട്ട് ഇങ്ങനെ ഫൗസ്റ്റീനമ്മയ്ക്ക് ഈശോ ദർശനം കൊടുക്കുവാണ്. ദർശനം കൊടുത്തിട്ടുണ്ടെങ്കിൽ സമയത്ത് ഇത് പറയുന്ന കാര്യം ഇങ്ങനെയാണ്: എല്ലാവരും വളരെ സന്തോഷിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്റെ ആത്മാവ് ഹൃദയ നൊമ്പരം അനുഭവിക്കുകയായിരുന്നു. നൃത്തം ചെയ്യാൻ ആരംഭിച്ചപ്പോൾ പെട്ടെന്ന് ഞാൻ എന്റെ അരികിൽ ഈശോയെ കണ്ടു. വേദനയാൽ പീഡിപ്പിക്കപ്പെട്ടും വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ടും മുറിവുകളിൽ ആവൃതനായും കാണപ്പെട്ട ഈശോ എന്നോട് ഇങ്ങനെ സംസാരിച്ചു: എത്ര നാൾ ഞാൻ നിനക്കായി കാത്തിരിക്കും? എത്ര നാൾ നീ എന്നെ ഒഴിവാക്കും? എത്ര നാൾ ഞാൻ നിനക്കായി കാത്തിരിക്കും? എത്ര നാൾ നീ എന്നെ ഒഴിവാക്കും? ഈ ഒറ്റ ചോദ്യത്തില് ഫൗസ്റ്റീനമ്മയുടെ ആ ഒരു ചോദ്യത്തിൽ നിന്നാണ് ഫൗസ്റ്റീനമ്മ തിരിച്ചിങ്ങനെ ദൈവവിളിയിലേക്ക് ശക്തമായിട്ട് വരുന്നതേ. നമ്മളോട് ഈ ചോദ്യം ചോദിക്കുന്നുണ്ട്. ചിലപ്പോൾ നമുക്കുണ്ടാവുന്ന പല ദൈവവിളികൾ, ചിലപ്പോൾ നമുക്കിങ്ങനെ ചില ശുശ്രൂഷ ചെയ്യാനുള്ള വിളികളായിരിക്കാം, ചില കാര്യങ്ങൾ ചെയ്യാനുള്ള വിളികളായിരിക്കാം. ഇതിങ്ങനെ ഉള്ളി വരുന്ന സമയത്ത് നമ്മൾ അതിനെ വേണ്ടാന്ന് വെക്കുന്നുണ്ടെങ്കിൽ ഈശോ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: എത്ര നാൾ ഞാൻ നിനക്കായി കാത്തിരിക്കും? എത്ര നാൾ നീ എന്നെ ഒഴിവാക്കും? എത്ര നാൾ നീ എന്നെ ഒഴിവാക്കും? ഈ ഒരു ചോദ്യം ഈശോ നമ്മളോട് നമ്മുടേതായ സാഹചര്യങ്ങളിൽ നമ്മളോട് ചോദിക്കുന്നുണ്ട്. ഇത് ചങ്കിൽ ഉറപ്പിച്ചോ: എത്ര നാൾ ഞാൻ നിനക്കായി കാത്തിരിക്കും? എത്ര നാൾ നീ എന്നെ ഒഴിവാക്കും? ആമേൻ. രണ്ടാമത്തെ കാര്യം, ഫൗസ്റ്റീനമ്മ അങ്ങനെ ഈ കൃപയുടെ വിളി സ്വീകരിക്കുന്നു. എങ്ങനെ പോകുന്നു, മടത്ത് ചേരുന്നു. മടത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങളിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ, പിന്നീട് ഓരോ സമയങ്ങളിലും ഈശോ ഇടപെട്ട ഓരോ കാര്യങ്ങളാണ് പറയുന്നത്. ഒരു ദിവസം ഫൗസ്റ്റീനമ്മയുടെ ഇങ്ങനെ ഉള്ളിൽ ഒരു ഭയങ്കര ദർശനം കിട്ടുവാണ്. ഫൗസ്റ്റീനമ്മയുടെ കുമ്പസാരക്കാരൻ അറിയാം ഫൗസ്റ്റീനമ്മ ഇങ്ങനെ കരുണയുടെ ഒരു സന്യാസിനി സമൂഹം രൂപപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. ഫൗസ്റ്റീനമ്മ എല്ലാ കാര്യവും കുമ്പസാരിക്കുന്നത് ഈ ഒരു അച്ഛന്റെ അടുത്താണ്.
ഈ അച്ഛൻ ഇങ്ങനെ ഫൗസ്റ്റീന പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ, ഇതൊക്കെ ഓർത്ത് ഇങ്ങനെ അസ്വസ്ഥപ്പെട്ടിരിക്കുക. അപ്പൊ അസ്വസ്ഥപ്പെട്ടിരിക്കുന്ന സമയത്ത് കുമ്പസാരക്കാരന് ഭയങ്കര സഹനങ്ങൾ കിട്ടുവാണ്, ഒരുപാട് സഹനങ്ങൾ അനുഭവിക്കേണ്ടി വരുവാണ്. ഇതൊക്കെ ശരിയാണോ, ആന്തരികമായിട്ട് സഹനങ്ങൾ വരുന്നു, ദൈവം ഇല്ല എന്നൊക്കെ തോന്നുന്നു. അതുപോലെ ഒരുപാട് സഹനങ്ങൾ ഈ മനുഷ്യൻ ഫേസ് ചെയ്യുന്നത് പോലെ ഇങ്ങനെ ഫൗസ്റ്റീനാമ്മ കാണുക. ഫൗസ്റ്റീനാമ്മ എന്നിട്ട് ഈശോയോട് ചോദിക്കുന്നുണ്ട്, ഈശോയോട് ചോദിക്കുവാണ്, എന്തുകൊണ്ടാണ് ഈ അച്ഛൻ, എന്റെ അച്ഛൻ ഇത്രയും സഹനം സഹിക്കേണ്ടി വരുന്നത്, ഇത്രമാത്രം അച്ഛൻ ഇങ്ങനെ സഹിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുക, ഈശോയോട് ചോദിക്കുക. അന്നേരം ഈശോ പറയുന്ന ഒരു ഉത്തരമുണ്ട്. ഈശോ ഫൗസ്റ്റീനാമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്ന ഉത്തരം ഇതാണ്. ഇത് നമ്മളോട് ഈശോ പറയുന്ന കാര്യം കേട്ടോ. നമ്മുടെ ലൈഫിൽ നമ്മളൊരു സഹനം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ലൈഫിൽ ചില കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ പോകുന്നുണ്ടെങ്കിൽ, ചില കാര്യങ്ങൾക്ക് ഇറങ്ങി കഴിഞ്ഞിട്ട്, ഒരു ഈശോയ്ക്ക് വേണ്ടി ഇറങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് ഒരു എത്തുപിടിയും കിട്ടാതെ ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ, ഈശോ നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്. ഈശോ പറയുന്നത് എങ്ങനെയാണ്, ഈ പ്രവൃത്തി എന്റേതാണെന്ന് സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ ഇപ്രകാരം പ്രവർത്തിക്കുന്നത്. എങ്ങനെ സഹനം കൊടുക്കുന്നത്, ഈ പ്രവൃത്തി എന്റേതാണെന്ന് സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ ഇപ്രകാരം പ്രവർത്തിക്കുന്നത്. ഒന്നിനെയും ഭയപ്പെടേണ്ട എന്ന് അവനോട് പറയുക. രാവും പകലും എന്റെ കടാക്ഷം അവന്റെ മേലുണ്ട്. ഈ പ്രവൃത്തി കൊണ്ട് രക്ഷ പ്രാപിക്കുന്ന ആത്മാക്കളുടെ എണ്ണം അനുസരിച്ചുള്ള കിരീടങ്ങൾ കൊണ്ട് അവന്റെ കിരീടം രൂപപ്പെടുത്തും. ഒരു പ്രവൃത്തിയുടെ വിജയത്തിനല്ല, അതിനുവേണ്ടിയുള്ള സഹനത്തിനാണ് ഞാൻ പ്രതിഫലം നൽകുക. ഒരു പ്രവൃത്തിയുടെ വിജയത്തിനല്ല, അതിനുവേണ്ടിയുള്ള സഹനത്തിനാണ് ഞാൻ പ്രതിഫലം നൽകുക. ഏതെങ്കിലും ഒരു കാര്യം നിങ്ങളെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞിട്ടും നിങ്ങൾ ഇങ്ങനെ തോറ്റു പോകുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ, ഈശോയുടെ കാര്യത്തിന് ഇറങ്ങിയിട്ട് ഈശോയ്ക്ക് വേണ്ടി നിന്നിട്ട് നിങ്ങൾ തോറ്റു പോകുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഉദ്ദേശിച്ചെടുത്ത് കാര്യങ്ങൾ നിൽക്കുന്നില്ല, തോറ്റു പോകുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ഈശോ പറയുന്നതുണ്ട്. ഈശോ പറയുന്നത് ഇങ്ങനെയാണ്, ഒരു പ്രവൃത്തിയുടെ വിജയത്തിനല്ല, അതിനുവേണ്ടിയുള്ള സഹനത്തിനാണ് ഞാൻ പ്രതിഫലം നൽകുക. സഹിക്കുന്ന പ്രതിഫലം, വിജയത്തിനല്ല. മദർ തെരേസ പറയുന്ന ഒരു സാധനമുണ്ട്, വിജയാവാനല്ല വിശ്വസ്തനാവാനാണ് നീ വിളിക്കപ്പെട്ടത്. വിജയാവാനല്ല വിശ്വസ്തനാവാനാണ് വിളിക്കപ്പെട്ടത്. ഇത് ചങ്കിലുറപ്പിച്ചോ. പ്രവൃത്തി വിജയമല്ല, അതിനൊരു സഹനത്തിനാണ് പ്രതിഫലം നൽകുക. പിന്നെ ഈ പ്രവൃത്തി കൊണ്ട് രക്ഷ പ്രാപിക്കുന്ന ആത്മാക്കളുടെ എണ്ണം അനുസരിച്ചുള്ള കിരീടങ്ങൾ കൊണ്ട് അവന്റെ കിരീടം ഞാൻ രൂപപ്പെടുത്തും. നമ്മളുടെ ഓരോ പ്രവൃത്തി വഴി ഇങ്ങനെ ഒരുപാട് ആത്മാക്കൾ രക്ഷപ്പെടുന്നു. ഈ സഹനം വഴി ആത്മാക്കൾ രക്ഷപ്പെടുന്നു. ഓരോ ആത്മാവും രക്ഷപ്പെടുമ്പോൾ ഈശോ ഓരോ കിരീടം ഇങ്ങനെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുക. നിനക്ക് വേണ്ടി ഒരു കിരീടം ഈശോ രൂപപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സഹനങ്ങളൊന്നും വെറുതെ അല്ല. സഹനം വിജയിക്കും. നമ്മുടെ പ്രാർത്ഥന നമുക്ക് കിട്ടത്തില്ലായിരിക്കും, ഫലം പ്രാപിക്കത്തില്ലായിരിക്കും. പക്ഷേ ഈ സഹനം, നമ്മൾ അതിനുവേണ്ടി എടുക്കുന്ന സഹനം ഉണ്ടല്ലോ, സഹനം നമ്മുടെ പ്രാർത്ഥന വിജയിക്കത്തില്ലായിരിക്കും, ഉദ്ദേശിക്കുന്ന കാര്യം എത്തത്തില്ലായിരിക്കും. പക്ഷേ അതിനുവേണ്ടിയുള്ള സഹനത്തിനാണ് ദൈവം പ്രതിഫലം നൽകുക. യെസ്, ആമേൻ. അടുത്തത് ഇങ്ങനെ പോവാ. അത് കഴിഞ്ഞ് ഫൗസ്റ്റീനയുടെ ഉള്ളിൽ വേറൊരു കാര്യം വരുവാണ്. ഒരു സിസ്റ്റർ ഒന്ന് ഫൗസ്റ്റീനയോട് പറയുവാണ്, ഫൗസ്റ്റീനെ നീ ഈശോ, നീ ഒരു നികൃഷ്ടയാണ്, നീ നികൃഷ്ടയാണ്, നിന്നെ എങ്ങനെ ഈശോ സ്നേഹിക്കുന്നേ, നിന്നെ എങ്ങനെ ഈശോ സ്നേഹിക്കുന്നേ, നീ എത്രയും നല്ല ആളൊന്നും അല്ലല്ലോ. ആൾക്കാർക്കൊക്കെ ഫൗസ്റ്റീനാമ്മയ്ക്ക് ദർശനങ്ങൾ ഉണ്ടാകുന്ന ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. ഇവൾ കളിക്കുന്നതാണോ, ഇവള് കള്ളം പറയുന്നതാണോ, ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു. നീ ഭയങ്കര നികൃഷ്ടയാണ്, നിന്നെ ഈശോ സ്നേഹിക്കത്തില്ല എന്ന് പറയുക. നമ്മൾ ചിന്തിച്ചോ, നമുക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട്, ഞാൻ യോഗ്യല്ല, ഞാൻ ഈ ശുശ്രൂഷ ചെയ്യാൻ യോഗ്യനല്ല. ചിലൊക്കെ നമ്മളോടൊന്ന് പറയും, വീട്ടുകാർ പറയും, നീ നികൃഷ്ടനാണ്, അല്ലെങ്കിൽ നീ കള്ളനാണ് എന്ന് വീട്ടുകാരോ കൂട്ടുകാരോ നമ്മളോട് പറയും. ആ സമയത്ത് ഫൗസ്റ്റീന ഈശോയോട് ചോദിക്കുവാണ്, ഈശോയെ ഞാൻ നികൃഷ്ടയാണോ, ഈ നികൃഷ്ട എന്നെ അങ്ങനെ എന്റെ സിസ്റ്റർ ഒന്ന് പറഞ്ഞല്ലോ എന്ന് പറയുവാണ്. അന്നേരം ഈശോ ഇങ്ങനെ പറയുന്ന കാര്യമുണ്ട്, എന്റെ മകളെ സമാധാനമായിരിക്കുക, ഇപ്രകാരമുള്ള നികൃഷ്ടതയിലാണ് എന്റെ കരുണയുടെ ശക്തി വെളിപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്രകാരമുള്ള നികൃഷ്ടതയിലാണ് എന്റെ കരുണയുടെ ശക്തി വെളിപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നത്. 2 കൊരിന്ത്യർ 12:9, ബലഹീനതയിലാണ് കർത്താവിന്റെ ശക്തി പൂർണ്ണമായിട്ട് പ്രകടമാകുന്നത്. നമുക്ക് ബലഹീനത ഉണ്ടെങ്കിൽ അവിടെ ഈശോയുടെ ശക്തി പൂർണ്ണമായിട്ട് പ്രകടമാകും. ക്രിസ്തുവിന്റെ ശക്തി എന്നിൽ പൂർണ്ണമായി ആവസിക്കേണ്ടതിന് പൂർവാധിക ശക്തിയോടെ ഞാൻ ബലഹീനതയെ കുറിച്ച് പ്രശംസിക്കും. എന്റെ ബലഹീനത കൂടുന്നതനുസരിച്ച് എന്റെ ഈശോയ്ക്ക് എന്നിൽ പ്രവർത്തിക്കാനുള്ള സ്പേസ് കൂടുവാണ്. എന്റെ എത്രമാത്രം ബലഹീനാണ് നമ്മൾ ആൾക്കാർ പറയുന്നുണ്ടോ, സന്തോഷിച്ചോ, കാരണം ഈശോ നിന്നിൽ കൂടുതൽ പ്രവർത്തിക്കാൻ പോവാണ്. റോമ 5:20, പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു. നിന്റെ പാപത്തിനുള്ള ഈ ചായ്വ് കൂടുന്നതനുസരിച്ച് നിനക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഉള്ളിൽ ഭയങ്കര സ്ട്രഗിളുകളൊക്കെ കൂടുന്നതനുസരിച്ച് ഈശോയുടെ പ്രവർത്തനം നിന്നെ കൂടുതലായിട്ടുണ്ടാവും. നീ അങ്ങനെ ആഗ്രഹിച്ചാൽ മതി, ഈശോ കൂടുതലായിട്ട് നിന്നെ പ്രവർത്തിക്കും. യെസ്, ഇങ്ങനെ ഫൗസ്റ്റീന പിന്നെ മുമ്പോട്ട് പോവാണ്. ഫൗസ്റ്റീന പിന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഫൗസ്റ്റീനയ്ക്ക് തോന്നുവാണ്, ഒരു ഭയങ്കരമായ സഹനത്തിലൂടെ കടന്നു പോവാണ്, രോഗം വരുവാണ്. ഫൗസ്റ്റീന ഈശോയോട് ചോദിക്കുവാണ്, ഈശോയെ നീ എന്തുകൊണ്ട് എന്നെ മരിപ്പിക്കുന്നില്ല, ഞാൻ എന്തുകൊണ്ട് മരിക്കുന്നില്ല, ഞാൻ മരിച്ചോട്ടെ അങ്ങനെ ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ എന്തുകൊണ്ടാണ് മരിക്കാത്ത എന്ന് ചോദിക്കുവാണ് ഈശോയോട്.
അന്നേരം ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് ഭയങ്കര ടച്ചിങ് ആണേ. ഈശോ നമ്മൾ ചില സമയങ്ങളിൽ നമ്മൾ പറയത്തില്ല ഈശോ ഇത് പറ്റുന്നില്ല എന്നൊക്കെ പറയുന്ന സമയമുണ്ടല്ലോ. ആ സമയത്ത് ഈശോ പറയുന്ന കാര്യമുണ്ട്. ഇതാണ് ഇത് ശ്രദ്ധിച്ചു കേൾക്കണേ. എന്റെ ഹിതം, കണ്ണടച്ച് കേട്ടോ. എന്റെ ഹിതം നിന്നിൽ ഇനിയും പൂർണ്ണമായി നിറവേറിയിട്ടില്ല. എന്റെ ഹിതം നിന്നിൽ ഇനിയും പൂർണ്ണമായി നിറവേറിയിട്ടില്ല. നീ ഇനിയും ഭൂമിയിലായിരിക്കും, വളരെ നാളത്തേക്കല്ല. നിന്റെ വിശ്വാസത്തിൽ ഞാൻ സംപ്രീതനാണ്. എന്നാൽ ഇതാണ് കേൾക്കേണ്ടത്, നിന്റെ സ്നേഹം കൂടുതൽ തീക്ഷ്ണമാകണം. നിന്റെ സ്നേഹം കൂടുതൽ തീക്ഷ്ണമാകണം. മരണവിനാഴികയിൽ നിർമ്മല സ്നേഹം ആത്മാവിന് ശക്തി പകരുന്നു. ഞാൻ കുരിശിൽ മരിച്ച സമയത്ത് ഞാൻ എന്നെപ്പറ്റി അല്ല ചിന്തിച്ചത്, ദുരിതപ്പെട്ട എന്നെപ്പറ്റി അല്ല ചിന്തിച്ചത്, ദുരിതപ്പെട്ട പാപികൾക്ക് വേണ്ടിയാണ് പിതാവിനോട് പ്രാർത്ഥിച്ചത്. നിന്റെ അവസാന നിമിഷങ്ങളും കുരിശിലെ എന്റെ നിമിഷങ്ങളെ പോലെ ആയിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ കുരിശിലെ സഹനത്തോട് ഐക്യപ്പെടുത്തിയ സഹനത്തിന് മാത്രമേ ആത്മാക്കളെ രക്ഷിക്കാൻ സാധിക്കൂ. എന്റെ കുരിശിലെ സഹനത്തോട് ഐക്യപ്പെടുത്തിയ സഹനത്തിന് മാത്രമേ ആത്മാക്കളെ രക്ഷിക്കാൻ പറ്റത്തുള്ളൂ. നിന്റെ സ്നേഹം കൂടുതൽ തീക്ഷ്ണമാകണം. നിന്റെ അവസാന നിമിഷങ്ങൾ കുരിശിലെ എന്റെ നിമിഷങ്ങളെ പോലെ ആയിരിക്കണം. എന്റെ കുരിശിലെ സഹനത്തോട് ഐക്യപ്പെടുത്തിയ സഹനത്തിന് മാത്രമേ ആത്മാക്കളെ രക്ഷിക്കാൻ സാധിക്കൂ. നമ്മൾ സഹിക്കുന്നുണ്ടായിരിക്കാം, പക്ഷെ ഈശോയെ പോലെ സഹിക്കുന്നുണ്ടോ? നമ്മൾ ക്ഷമിക്കുന്നുണ്ടായിരിക്കാം, ഈശോയെ പോലെ ക്ഷമിക്കുന്നുണ്ട്. കൊളോസസ് 3:13 പറയുന്ന കാര്യം, ക്രിസ്തു നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങൾ പരസ്പരം ക്ഷമിക്കുവിൻ. 1 പത്രോസ് 4:1 ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിന്റെ മനോഭാവം നിങ്ങൾക്ക് ആയുധമായിരിക്കട്ടെ. ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിന്റെ മനോഭാവം നിങ്ങൾക്ക് ആയുധമായിരിക്കട്ടെ. നമ്മള് ഈ ഒരു കാര്യത്തിലേക്ക് വളരണം. നമ്മുടെ സ്നേഹം കൂടുതൽ തീക്ഷ്ണമാകാൻ വേണ്ടിയാണ് ഈശോ നമുക്ക് കൂടുതൽ സമയം തരുന്നത്. ഈശോ നമുക്ക് കൂടുതൽ സമയം തരുന്നത് നമ്മുടെ സ്നേഹം കൂടുതൽ തീക്ഷ്ണമാകാൻ വേണ്ടിയാണ്. നമ്മൾ തോറ്റെന്നൊക്കെ തോന്നുമല്ലോ. എന്തുകൊണ്ടാണ് ഈശോ എന്താണിത്? എന്തുകൊണ്ടാണിത്? ഈശോ നമ്മളൊക്കെ കൂടുതൽ സമയം തരുക, നമ്മളെ കൂടുതൽ തീക്ഷ്ണമാക്കുവാണ്. നമ്മുടെ ഈ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, ഈശോയുടെ കുരിശിലെ സഹനത്തോട് ഐക്യപ്പെടുത്തിയ സഹനത്തിന് മാത്രമേ ആത്മാക്കളെ രക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ എന്റെ സഹനം ഈശോയുടെ കുരിശിലെ സഹനം പോലെ എനിക്ക് ആക്കാൻ പറ്റണം. ഈശോയുടെ കുരിശിലെ സഹനം പോലെ ഞാൻ ആക്കുന്നതനുസരിച്ച് കൂടുതൽ ആത്മാക്കൾ ഇങ്ങനെ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ആത്മാക്കൾ രക്ഷപ്പെടാണ്. അതുകൊണ്ട് ഞാൻ ഇതുവരെ സഹിച്ചവനെ ആയിരിക്കരുത് ഇനി സഹിക്കേണ്ടതേ. ഈശോ സഹിച്ചതുപോലെ സഹിക്കണം. ആരോടും പരാതിയില്ലാതെ, ആരോടും പരിഭവമില്ലാതെ അതുപോലെ സഹിക്കാൻ നമ്മൾ ശ്രമിക്കും തോറും കൂടുതൽ ആത്മാക്കൾ ഇങ്ങനെ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കും കേട്ടോ. നിന്റെ സ്നേഹം കൂടുതൽ തീക്ഷ്ണമാകണം. ഫൗസ്തീനമ്മ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് ഫൗസ്തീനമ്മയുടെ ഉള്ളില്, ഫൗസ്തീനമ്മയെ പിന്നെ ഒരു കരുണയുടെ സന്യാസ സമൂഹം രൂപപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെ ഒരു അച്ഛനോട് അനുവാദം ചോദിക്കുന്നുണ്ട്. അപ്പൊ അച്ഛൻ പറയുവാണ്, അത് ദൈവത്തിന്റെ പദ്ധതിയാണെങ്കിൽ നടക്കും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് അയക്കുന്നു. പിന്നീടും പോയി ചോദിക്കുന്നു. പിന്നീടും അത് ഈശോയുടെ പദ്ധതിയാണ്, നടന്നോളൂ ഫൗസ്തീന, നീ പോയി പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞ് തിരിച്ചയക്കുന്നു. പിന്നെ ചോദിക്കുവാണ്, പെർമിഷൻ കിട്ടുന്നില്ല. എന്നാലും പെർമിഷൻ തരുന്നുണ്ട്, സന്തോഷത്തോടെ തിരിച്ചു വരുവാണ്. പക്ഷെ നടക്കുന്നില്ലല്ലോ, ഒരു വ്യഗ്രതയാണ്, നടക്കുന്നില്ലല്ലോ, ഈ ഒരു കാര്യം നടക്കുന്നത് എന്തുകൊണ്ടാണ് അത്ര വൈകിക്കുന്നത്? ഒരു ബുദ്ധിമുട്ട് വരുവാണ്. നമ്മുടെ ലൈഫിൽ ചില മിഷനുകൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ നടക്കാതാകുമ്പോൾ നമ്മളിങ്ങനെ ഒരു ബുദ്ധിമുട്ടിലേക്ക് പോകുമല്ലോ, എന്തുകൊണ്ട് നടക്കുന്നില്ല? അങ്ങനെ നിന്ന സമയത്ത് ഫൗസ്റ്റീനയ്ക്ക് ഈശോ പറഞ്ഞു കൊടുത്തൊരു ബോധ്യം, ഇത് എന്റെ ലൈഫിൽ ഞാനിത് ഈശോ എന്നോട് വന്ന ഫീൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളെ പറയുവാണ്. ദൈവം എന്നിൽ നിന്ന് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ എത്രയും വേഗം പൂർത്തിയാക്കുവാനുള്ള വ്യഗ്രത എനിക്ക് അനുഭവപ്പെട്ടു. നമുക്ക് അനുഭവപ്പെടാറുണ്ട്, വ്യഗ്രത എനിക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ ഒരു സ്വരം എന്റെ അന്തരാത്മാവെ മന്ത്രിച്ചു, നീ എന്തിനാണ് ഭയപ്പെടുന്നത്? എന്റെ സർവശക്തിയാൽ നിന്നെ സഹായിക്കാൻ എനിക്ക് കഴിയുകയില്ലെന്ന് നീ ചിന്തിക്കുന്നുവോ? എന്റെ സർവശക്തിയാൽ നിന്നെ സഹായിക്കാൻ എനിക്ക് കഴിയുകയില്ലെന്ന് നീ ചിന്തിക്കുന്നുവോ? നമ്മള് ചില സമയത്ത് ഇങ്ങനെ ഇതൊന്നും നടക്കുന്നില്ലല്ലോ, അത് അങ്ങനെ ചിന്തിക്കുന്ന കാര്യം എന്നാ? അത് എന്റെ പ്രവൃത്തി ഞാൻ ചിന്തിക്കുന്നുണ്ടാ? അത് എന്റെ പ്രവൃത്തിയാണെന്ന് ചിന്തിക്കുന്നുണ്ടാ? നമ്മുടെ പ്രവൃത്തി അല്ല ഇത്, ഈശോയുടെ പ്രവൃത്തിയാ. ദൈവം സർവശക്തനാണ്, ഈശോ പ്രവർത്തിക്കും. ഈശോയുടെ സമയത്ത് ഈശോ പ്രവർത്തിക്കും. ഈശോ പറയുകയാണ്, എന്റെ സർവശക്തിയാൽ എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയില്ലെന്ന് വിശ്വസിക്കുന്നു, നീ എന്തിനാ പേടിക്കുന്നേ? ഇതെന്റെ പ്രവൃത്തിയാണ്, ഇതെന്റെ പ്രവൃത്തിയാണെന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു കാര്യം ഉള്ളിലുണ്ടെങ്കിൽ, ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഇങ്ങനെ വ്യഗ്രത അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, ടെൻഷൻ അനുഭവപ്പെടുന്നു, ഈശോ പറയുവാണ്, നീ ടെൻഷൻ അടിക്കണ്ട, ഇതെന്റെയാണ്, ഇതെന്റെ പാർട്ടാണ്, എനിക്ക് തന്നേക്ക്. അതാണ് നിന്റെ ബലഹീന എന്റെ ശക്തി പൂർണ്ണ പ്രകടനം എന്ന് പറയുന്നത്. ഈശോയ്ക്ക് കൊടുക്കുക, ഈശോ അത് ബാക്കി നോക്കിക്കോളും. യെസ്. അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകൾ 764 ഫൗസ്റ്റീന ഡയർ പറയാണ്, ബുദ്ധിമുട്ടുകൾ എത്ര വലുതാണോ ആനുപാതികമായിട്ട് എനിക്ക് സമാധാനം ലഭിക്കുന്നു. എത്ര ഒരു പ്രവൃത്തി നമ്മളിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിനുണ്ടാകുന്ന ബുദ്ധിമുട്ട് എത്ര വലുതാണോ അത് ആനുപാതികമായിട്ട് എനിക്ക് സമാധാനം ലഭിക്കുന്നു. എപ്പോ ഞാൻ ഈശോയ്ക്ക് അത് സമർപ്പിക്കുമ്പം ആനുപാതികമായിട്ട് എനിക്ക് സമാധാനം കിട്ടുന്നു. 1 Corinthians 10:13 പ്രലോഭനം ഉണ്ടാകുമ്പോൾ അതിനെ അതിജീവിക്കാൻ വേണ്ട ശക്തി ഞാൻ തരും.
നമ്മുടെ ബുദ്ധിമുട്ട് കൂടുന്നതനുസരിച്ച് അതിജീവിക്കാൻ വേണ്ട ശക്തി നമ്മുടെ ഉള്ളിൽ രൂപപ്പെടും. എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടോ 10-11 ഓർത്തോ, അത് അതിജീവിക്കാൻ വേണ്ട ശക്തി ഇങ്ങനെ നിങ്ങളിൽ രൂപപ്പെടും. ഭയങ്കര സ്ട്രഗിൾ ഉണ്ടാവുകയാണെങ്കിൽ, ഒരു കാര്യം നിങ്ങൾ ഒരു മിഷൻ ചെയ്തുകൊണ്ടിരിക്കുക, ഭയങ്കര സ്ട്രഗിൾ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ ഓർത്തോ, ഇത് പറയുന്ന കാര്യം ഇതാണ്: ഇക്കാര്യങ്ങളെല്ലാം ദൈവമഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും വേണ്ടി അല്ലായിരുന്നുവെങ്കിൽ സാത്താൻ ഇത്രയും അധികം അതിനെ എതിർക്കത്തില്ലായിരുന്നു. ഇത്രയും അധികം എതിർപ്പ് വരുന്ന ഓർത്തോ, ഏതൊക്കെയോ ആത്മാക്കൾ രക്ഷപ്പെടാനുണ്ട്, ഏതൊക്കെയോ പിശാചുകൾ പേടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ കൂടുതൽ സ്ട്രഗിളുകൾ നമ്മൾ ഫേസ് ചെയ്യുന്നത്. ഈ ഒരു കാര്യം ചങ്കിൽ ഉറപ്പിച്ചു. യെസ്. പിന്നീട് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം 822 എനിക്ക് ഭയങ്കരമായിട്ട് ടച്ച് ചെയ്ത സാധനമാണ്. നമ്മളിങ്ങനെ ഇതിങ്ങനെ മിഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈശോയ്ക്ക് വേണ്ടി ചിലപ്പോൾ നമ്മുടെ ഹസ്ബൻഡിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കാം, നമ്മുടേതായ മിഷൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് വിഷമിക്കുമല്ലോ. ഈ വിഷമിക്കുന്നതൊക്കെ എപ്പോഴാണെന്നറിയോ? നമ്മുടെ നോക്കുമ്പോഴാണ് വിഷമിക്കുന്നത്. നമ്മുടെ പ്രവൃത്തിയെക്കുറിച്ച് ചിന്തിക്കണം വിഷമം വരുന്നേ. ഈശോയുടെ പ്രവൃത്തിയാണെന്ന് ഓർത്താൽ ഒരു സെഷൻ നിങ്ങൾ എടുക്കാൻ പോകുന്നു, അത് ഈശോയുടെ പ്രവൃത്തിയാണെന്ന് ഓർത്താൽ വിഷമിക്കത്തില്ല. കാരണം ഈശോയുടെ പ്രവൃത്തിയാണത്. ഇതിനകത്ത് പറയുന്ന കാര്യം ഇതാണേ, 822 പറയുവാണ്, കണ്ണടച്ച് കേട്ടോ, ഭയങ്കര സെറ്റപ്പാണ്. ദൈവം എന്നോട് ആവശ്യപ്പെട്ട കാര്യങ്ങൾ പൂർത്തിയാക്കാൻ എനിക്ക് സാധിച്ചില്ലെങ്കിലും എല്ലാം പൂർത്തിയാക്കിയതിന്റെ തന്നെ പ്രതിഫലം എനിക്ക് ലഭിക്കുമെന്ന് ഞാൻ ഗ്രഹിച്ചു. ഞാൻ പൂർത്തിയാക്കിയതിന്റെ പ്രതിഫലം എനിക്ക് ലഭിക്കും എന്ന് ഞാൻ ഗ്രഹിച്ചു. ഞാനത് ആരംഭിക്കാൻ തുടങ്ങിയപ്പോഴുള്ള നിയോഗത്തെയാണ് ദൈവം വിലമതിക്കുന്നത്. ദൈവം വിലമതിക്കുന്നത്. ഇന്ന് തന്നെ അങ്ങയുടെ അടുക്കലേക്ക് അവിടുന്ന് തിരിച്ചു വിളിച്ചാലും ആ പ്രവർത്തനങ്ങളെ അത് ബാധിക്കില്ല. കാരണം അവിടുന്ന് തന്നെയാണ് പ്രവർത്തകൻ. ഭോഷത്വം വരെ അങ്ങയെ സ്നേഹിക്കുക എന്ന് മാത്രമാണ് എന്റെ കർത്തവ്യം. കർത്താവ് എന്നോട് പറഞ്ഞു, എന്റെ മകളെ, നീ പറഞ്ഞതെല്ലാം സത്യമാണ്. നീ വളരെ നികൃഷ്ടയാണ്. ഒന്നുമല്ലാത്ത വെറും നികൃഷ്ട മാത്രമായ നിന്നിലൂടെ പ്രത്യേകമായും എന്റെ കരുണയെ വെളിപ്പെടുത്താനുള്ള പ്രവൃത്തികൾ പൂർത്തീകരിക്കുന്നതിൽ ഞാൻ വളരെ സംപ്രീതനാണ്. ഞാൻ നിന്നെ ഒരിക്കലും തനിച്ചുപേക്ഷിക്കുകയില്ല. ഇക്കാര്യത്തിൽ നിനക്ക് ചെയ്യുവാൻ സാധിക്കുന്നതെല്ലാം ചെയ്യുക. അതിൽ കുറവ് വരുന്നതെല്ലാം ഞാൻ പൂർണ്ണമാക്കിക്കൊള്ളാം. ഇക്കാര്യത്തിൽ നിനക്ക് ചെയ്യുവാൻ സാധിക്കുന്നതെല്ലാം ചെയ്യുക. അതിൽ കുറവ് വരുന്നതെല്ലാം ഞാൻ പൂർണ്ണമാക്കിക്കൊള്ളാം. ഇത് ശ്രദ്ധിച്ചു കേട്ടോ. അതായത് ബുദ്ധിമാന്മാരെ ലജ്ജിപ്പിക്കാൻ ഭോഷന്മാരെ ദൈവം തിരഞ്ഞെടുത്തു. ശക്തമായവയെ ലജ്ജിപ്പിക്കുവാൻ അശക്തമായവയും നിലവിലുള്ള നശിപ്പിക്കുവാൻ ഒന്നുമില്ലായ്മയെ തന്നെ ദൈവം തിരഞ്ഞെടുത്ത വചനം. നമ്മളെ ദൈവം തിരഞ്ഞെടുത്തു. നമ്മുടെ അയോഗ്യതയോടുകൂടി ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു. നമ്മുടെ കഷ്ടപ്പാടോടുകൂടി ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു. നമ്മുടെ സാഹചര്യങ്ങളോടുകൂടി ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു. അങ്ങനെ നമ്മളെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. എന്നിട്ട് പറയുവാണ്, നിനക്ക് പറ്റാവുന്നതൊക്കെ നീ ചെയ്യ്. നികൃഷ്ടയായ, പാപിയായ, ബലഹീനയായ നിനക്ക് പറ്റാവുന്നതൊക്കെ നീ ചെയ്യ്. അതിൽ കുറവ് വരുന്നതെല്ലാം ഞാൻ പൂർണ്ണമാക്കിക്കൊള്ളാം. ഞാൻ ചെയ്തത് എന്റെ അല്ലേ, ഇതെന്റെ പ്രവൃത്തിയാണ്, നിന്റെ പ്രവൃത്തിയല്ല. ഞാൻ പൂർണ്ണമാക്കി. നീ ഇപ്പം മരിച്ചു പോയാലും നീ ഇത് ചെയ്യുവാൻ തുടങ്ങിയപ്പോഴുള്ള നിന്റെ നിയോഗത്തെ ഉണ്ടല്ലോ, നീ ചെയ്യുവാൻ തുടങ്ങിയപ്പോഴുള്ള നിന്റെ ഹൃദയത്തിന്റെ തീക്ഷ്ണതയുണ്ടല്ലോ, അതാണ് ഞാൻ കാണുന്നത്. ഒരു സെഷൻ എടുക്കാൻ നീ പോകുന്ന സമയത്ത് നീ വീണു പോയാലും, സെഷൻ പരാജയപ്പെട്ടു പോയാലും, നീ ചെയ്യുന്ന കാര്യങ്ങൾ ആൾക്കാർ കൂവിയാലും, ആ പാടാൻ വേണ്ടി, ഈശോയ്ക്ക് വേണ്ടി പാട്ട് പാടാൻ വേണ്ടി കയറിയപ്പോഴുള്ള നിന്റെ നിയോഗത്തെ, ഈശോയ്ക്ക് വേണ്ടി സംസാരിക്കാൻ കയറിയപ്പോഴുള്ള നിയോഗത്തെ, ഈശോയ്ക്ക് വേണ്ടി നാണം കെടാൻ നീ തീരുമാനിച്ചപ്പോഴുള്ള നിന്റെ നിയോഗത്തെ, അതിനെയാണ് ഞാൻ വിലമതിക്കുന്നത്. അല്ലാതെ നീ വിജയിച്ചോ എന്നുള്ളതല്ല. ഇതെന്റെ പ്രവൃത്തിയാണ്, നിന്റെ പ്രവൃത്തിയല്ല. ലാസ്റ്റത്തെ കാര്യം കേട്ടോ, ഇതാണേ, ശ്രദ്ധിച്ചു കേട്ടോ. എന്റെ തിരുവിഷ്ടപ്രകാരം നടപ്പിലാക്കുന്ന പ്രവൃത്തികളിലെല്ലാം വലിയ സഹനങ്ങൾ ഉണ്ടാകാം, വലിയ സഹനങ്ങൾ നിനക്കുണ്ടാകാം. പക്ഷേ ഇപ്രകാരമുള്ള സഹനങ്ങളിൽ ഏതെങ്കിലും എന്റെ രക്ഷാകരമായ പീഡാസഹനങ്ങളെക്കാൾ വലുതോ എന്ന് ചിന്തിക്കുക. ഇത് ഏതെങ്കിലും എന്റെ വലുത് ചിന്തിക്കുക. പ്രതികൂലങ്ങളെ കുറിച്ച് ആവശ്യത്തിലധികം നീ ആകുലപ്പെടേണ്ട. ലോകം വിചാരിക്കുന്നത് അത്ര ശക്തിയുള്ളതല്ല. അതിന്റെ ശക്തിക്ക് വ്യക്തമായ പരിമിതിയുണ്ട്. എന്റെ മകളെ മനസ്സിലാക്കുക. നിന്റെ ആത്മാവ് എന്റെ പരിശുദ്ധമായ സ്നേഹാഗ്നിയാൽ നിറഞ്ഞാൽ എല്ലാ തടസ്സങ്ങളും സൂര്യപ്രകാശത്തിൽ മൂടൽമഞ്ഞ് എന്ന പോലെ
മാഞ്ഞു പോകും. നിന്റെ ആത്മാവിന്റെ സ്നേഹത്താൽ നിറഞ്ഞാൽ എല്ലാ തടസ്സങ്ങളും സൂര്യപ്രകാശത്തിൽ മൂടൽമഞ്ഞ് എന്ന പോലെ മാഞ്ഞു പോകും. അവയ്ക്ക് നിന്റെ ആത്മാവിനെ സ്പർശിക്കാൻ ധൈര്യമുണ്ടാവുകയില്ല. ലോകം മുഴുവനേക്കാൾ വലിയ ശക്തിയുള്ളതാണ് ഈ ആത്മാക്കൾ എന്ന് മനസ്സിലാക്കുന്ന ശത്രു അവരുമായി ഏറ്റുമുട്ടാൻ ധൈര്യപ്പെടില്ല. ലോകം മുഴുവനേക്കാൾ വലിയ ശക്തിയുള്ളതാണ് ഈ ആത്മാക്കൾ എന്ന് മനസ്സിലാക്കുന്ന ശത്രു അവരുമായി ഏറ്റുമുട്ടാൻ ധൈര്യപ്പെടുകയില്ല. നിന്റെ ആത്മാവിൽ ഈശോയുടെ സ്നേഹം നിറഞ്ഞു കഴിയുമ്പം, നീ കർത്താവിന്റെ അടുത്ത് ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പം നിന്റെ ഉള്ളിൽ കർത്താവിന്റെ സ്നേഹം കൊണ്ട് അങ്ങ് നിറയും. ഈശോയുടെ അഗ്നി കൊണ്ട് നീ നിറയും. ഈ സ്നേഹം കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ തൊടാൻ ഒരു പിശാചിനും പറ്റത്തില്ല. വചനം പറയുന്നു, ദുഷ്ടൻ അവനെ തൊടത്തില്ല. 1 യോഹന്നാൻ 4:4 നിന്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ ശക്തനാണ്. നമ്മുടെ ഉള്ളിൽ കർത്താവിന്റെ സ്നേഹം നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നമ്മൾ തൊടാൻ പറ്റത്തില്ല. ആ സ്നേഹം കൊണ്ട് നിറയണം. സ്നേഹം കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ നമ്മൾ ഒറ്റ കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതിയേ. ഒരു കാര്യമുള്ളേ, നമ്മൾ ഈശോയുടെ അടുത്ത് ഇരിക്കുക, ഈശോയുടെ സ്നേഹം കൊണ്ട് നിറയുക, ഈശോയുടെ സ്നേഹം കൊണ്ട് നിറയാൻ വേണ്ടി കൊതിക്കുക. ഇതിങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. കാരണം ഈ ഈശോയുടെ പ്രവൃത്തിയാണ്. ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഈശോയുടെയാണ്. എന്റെ ഉള്ളിൽ കർത്താവിന്റെ സ്നേഹം നിറഞ്ഞിരിക്കുവാണ്. എന്റെ ഉള്ളിൽ സ്നേഹം നിറഞ്ഞെടുത്ത് പിശാചിനെ തൊടാൻ പറ്റുമോ? തൊടാൻ പറ്റത്തില്ല. അപ്പം ആ ഒരു കാര്യം മാത്രം ചിന്തിക്കുക. ഈ പ്രവൃത്തിയൊന്നും എന്റേതല്ല. എന്നിലേക്ക് ഞാൻ ഫോക്കസ് ചെയ്താൽ ഞാൻ വീണുപോകും. കാരണം ഞാൻ വെറും പൊട്ടനാണ്, എനിക്കൊന്നുമില്ല. ഈശോയിലേക്ക് ഫോക്കസ് ചെയ്ത് കർത്താവിന്റെ സ്നേഹം കൊണ്ട് നിറയാൻ വേണ്ടി ഇങ്ങനെ ആഗ്രഹം ഉണ്ടാവണം. ആ ആഗ്രഹം ഉണ്ടാവുമ്പം നമ്മുടെ ഒരു പിശാചിനും നമ്മളെ തൊടാൻ പറ്റത്തില്ല. ഒരു പിശാചും നമ്മളെ തൊടത്തില്ല. ഈ ഒരു ചങ്കില് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഒന്നുകൂടെ പോയി വായിച്ചിട്ട് പിന്നെയും ശക്തി ആർജിക്കണം കേട്ടോ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ഈ കേട്ട കാര്യങ്ങളൊക്കെ ഞാൻ ഒന്നുകൂടെ വായിക്കും. അങ്ങയുടെ സ്നേഹം കൊണ്ട് നിറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കും. എൻ്റെ ഉള്ളിൽ അങ്ങയുടെ സ്നേഹം നിറഞ്ഞു കഴിയുമ്പോഴേക്കും പിശാചിനെ തൊടാൻ പറ്റത്തില്ല. ഈശോയെ, തൊടാൻ പറ്റത്തില്ല. ഈശോയെ, അങ്ങയുടെ അഗ്നി കൊണ്ട് തന്നെ നിറയ്ക്കണമേ, അഗ്നി കൊണ്ട് തന്നെ നിറയ്ക്കണമേ. ഈശോയെ, കരുണയുടെ രാജാവേ, അങ്ങയുടെ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. അങ്ങയുടെ കാര്യങ്ങളിലേക്ക് എന്നെ സമർപ്പിച്ചുകൊണ്ട് എന്റെ നിയോഗങ്ങളെ, എന്റെ പ്രവർത്തനങ്ങളെ, എന്റെ മിഷനെ, എന്റെ ഫാമിലിയെ, ഞാൻ ആഗ്രഹിക്കുന്ന എന്റെ എല്ലാ ആഗ്രഹങ്ങളെ ഞാൻ സമർപ്പിച്ചുകൊണ്ട് ഈശോയെ ഞാൻ സ്തുതിക്കുന്നു. ഈശോയെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ.